ഇന്നത്തെ കാവ്യസദസ്സിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സംസ്കാര ഭാരതം ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ കാവ്യമാല ഇതൾ 18 എന്ന പുസ്തകവും പ്രകാശനം ചെയ്യുന്നത് ശ്രീ KR അജയനാണ്. അദ്ദേഹം ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്ററാണ്. ധാരാളം ചെറുകഥകളും അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. 22ഓളം പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ ഏകദേശം 15 എണ്ണവും ഹിമാലയൻ യാത്രകളെക്കുറിച്ചായിരുന്നു. മികച്ച യാത്രാ വിതരണത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ എഴുത്തിനായി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പ്രകാശനത്തിലേക്ക് കടക്കുന്നത് കാവ്യമാല ഇതൾ 18 കഴിഞ്ഞ മാസത്തെ കവിതകൾ സമാഹരിച്ചുകൊണ്ടുള്ള പുസ്തകം. അതുകൂടി അദ്ദേഹത്തിൻ്റെ കൈകളാൽ ഇവിടെ പ്രകാശിതമാവുകയാണ്. ഈ ചടങ്ങിൽ ഏകോപനം നിർവഹിക്കുന്നത് നമുക്ക് പ്രിയങ്കരനായ ശ്രീ അരുവിക്കര വിൽഫ്രഡ് സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കവിത അവതരിപ്പിക്കാനെത്തിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള സഹൃദയരായ എൻ്റെ സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ കാവ്യസദസ്സ് പുതിയ പുതിയ കവിതകളുടെ ആലാപനം കൊണ്ട്, അവതരണം കൊണ്ട് കൂടുതൽ ശ്രദ്ധേയമായി മാറുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ KR അജയൻ കുറച്ച് തിരക്കുള്ള പത്രപ്രവർത്തകനാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. നമ്മുടെ രാജ്യത്തു നിന്ന് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച രവീന്ദ്രനാഥ് ടാഗോർ, കാലങ്ങൾക്ക് മുമ്പാണ് രവീന്ദ്രനാഥ് ടാഗോർ ഒരു സൃഷ്ടിയിലൂടെ ലോകാരാധ്യനായി മാറി നോബൽ സമ്മാനാർഹനായത്. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഒരു കവിയുണ്ട്. കവി ലോകാരാധ്യനാണ്. ലോകത്തെ മുഴുവൻ ആളുകളും ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചിലിയിലെ പാബ്ലോ നെരൂദ. അദ്ദേഹം ഒരു വിപ്ലവകാരിയായ കവിയായിരുന്നു. ആദ്യം വിഷാദവും പ്രണയവും പൊതുവിഷയങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് കവിത എഴുതിയിരുന്ന അദ്ദേഹം സ്പെയിനിലെ കലാപം കണ്ട് മനസ്സ് തകർന്ന് തൻ്റെ ചിന്ത വിപ്ലവ കാര്യങ്ങളിലേക്ക് തിരിയുകയും അങ്ങനെ ഒരു വിപ്ലവ സന്ദേശം എഴുതുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വക്താവായി മാറി പാബ്ലോ നെരൂദ. അദ്ദേഹത്തിൻ്റെ കവിത എഴുത്ത് എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് അദ്ദേഹം കവിത എഴുതിയത്. അദ്ദേഹം ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കവിത എഴുതാൻ താല്പര്യമെടുക്കുകയാണെങ്കിൽ രക്ഷകർത്താക്കൾ പ്രോത്സാഹിപ്പിക്കണം. അത് അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് മോനിങ്ങനെ വളരെ ചെറിയ നാളിൽ കവിത എഴുതിയത് കണ്ടപ്പോൾ വഴക്ക് പറയുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിൽ നിന്ന് മാറ്റി പാബ്ലോ നെരൂദ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതി തുടങ്ങി. അദ്ദേഹം പിന്നീട് സ്വീകരിച്ച പേരാണ്. അതായത് മറ്റൊരു പേര് കുറച്ച് നീണ്ട പേരാണ്, ഞാനത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല. ഒരു പുതിയ പേര് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പാബ്ലോ നെരൂദ എന്ന പേരിൽ കവിത എഴുതാൻ തുടങ്ങിയത്. ആ കവിതകൾ എഴുതി അദ്ദേഹം ശ്രദ്ധേയനായി മാറിയ അദ്ദേഹം പല രാജ്യങ്ങളിലെയും സ്ഥാനപതിയായി ജോലി ചെയ്തു. ഒപ്പം തന്നെ സ്വാധീനിച്ച, തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ സ്പാനിഷ് കലാപം പശ്ചാത്തലമാക്കി അദ്ദേഹം കവിതകൾ, വിപ്ലവ കവിതകൾ എഴുതാൻ തുടങ്ങി.
അങ്ങനെയാണ് അദ്ദേഹത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധ്യനായ വ്യക്തിയാക്കി മാറ്റിയത്. അദ്ദേഹം പ്രണയത്തെ തന്നെ സ്ത്രീകളെയും പ്രകൃതിയെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ അന്ന് ലോകമെമ്പാടും വളരെ വലിയ നിലയിൽ വിറ്റുപോകുന്നിരുന്ന കവിതകളായിരുന്നു, പ്രചാരം ലഭിച്ച കവിതകളായിരുന്നു. അദ്ദേഹം പലപ്പോഴും തിരഞ്ഞെടുത്തിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് കാണുന്ന പ്രാദേശികമായി നമ്മുടെ കണ്ണിൽ കാണുന്ന ഉള്ളി, കുരുമുളക്, ഈ പൊട്ടറ്റോ, നമ്മുടെ ചുറ്റുപാട് കാണുന്ന സാധന സാമഗ്രികളൊക്കെ കണ്ടിട്ട് അവയെ വെച്ച് കവിത എഴുതുമായിരുന്നു. നമുക്കിപ്പോ കവിത എഴുതാൻ വിഷയമില്ല എന്ന് പലരും പറയാറുണ്ട്, ഇല്ലേ? എല്ലാവരും എഴുതാൻ അന്വേഷിക്കുന്നത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട്, ആ സംഭവത്തിന്റെ പിന്നാലെ എല്ലാവരും അങ്ങ് പോകും. സകല ആൾ ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ സ്വർണ്ണ പാളിയെ കുറിച്ച് വേണമെങ്കിൽ 100 കവിത എഴുതും. എല്ലാവരും സ്വർണ്ണപ്പാളിയെ കുറിച്ച് കവിത എഴുതും. മുമ്പ് കുറേ നാൾ കോവിഡിനെ കുറിച്ചാണ് കവിത എഴുതി. ഇപ്പോൾ കോവിഡ് എന്താണെന്ന് പോലും ആളെ അറിയില്ല. കോവിഡിനെ കുറിച്ച് കോവിഡായിരുന്നു എഴുത്ത്. അപ്പം ഇങ്ങനെ ഒരു എഴുതുന്ന ഒരു കവിത എഴുതുന്ന ശീലം ആണ് നമ്മുടെ നാട്ടിൽ പല കവികളും വെച്ച് പുലർത്തുന്നത്. ഈ സാഹിത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു യഥാർത്ഥ കവിക്ക് എഴുതാൻ വിഷയം തൻ്റെ ചുറ്റുപാട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രപഞ്ചത്തെ നോക്കി കണ്ടുകൊണ്ട്, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ചുറ്റുപാട്, ഏത് സംവിധാനത്തെയും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് കവിതാരചനയുടെ പ്രത്യേകത. നെരൂദയുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം, നെരൂദ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമാണ്. കാരണം അദ്ദേഹത്തിന് വിഷയങ്ങൾ എന്ന് പറയുന്നത് താൻ ജീവിക്കുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഏത് വിഷയവും ഏത് കാര്യങ്ങളും അദ്ദേഹത്തിന് കഥാപാത്രമാക്കിക്കൊണ്ട് സൃഷ്ടി നടത്തുക, സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടി നടത്തുക അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ആ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തെ നോബൽ സമ്മാനാർഹനാക്കി മാറ്റിയത്. അദ്ദേഹം 1973 സെപ്റ്റംബർ 23 നിര്യാതനായത്. സെപ്റ്റംബർ 23 എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഒരു ദിവസമാണ്. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ സെപ്റ്റംബർ 23 മറന്നു പോകാറില്ല. അപ്പോൾ ഈ സെപ്റ്റംബർ 23 സെപ്റ്റംബർ 23 അദ്ദേഹം മരണപ്പെടുമ്പോൾ ലോകം വല്ലാണ്ട് വേദനിച്ചു. അദ്ദേഹം അലൻ്റെ ചിലിയുടെ ഭരണാധികാരിയായി വരുന്ന സമയത്ത് ആദ്യം പാബ്ലോ നെരൂദയുടെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളുകൾ നിർദ്ദേശിക്കപ്പെട്ടത് മത്സരിക്കാൻ. പക്ഷെ നെരൂദ പിൻവാങ്ങി. നെരൂദ പറഞ്ഞു അലണ്ടയാണ് പ്രസിഡന്റ് ആകേണ്ടത്. അങ്ങനെ അലണ്ടയ്ക്ക് വേണ്ടി മാറിക്കൊടുത്തു. നെരൂദ കുറച്ചു നാൾ കഴിഞ്ഞ് നെരൂദ മരണപ്പെട്ടു. അലണ്ടയെ കൊല്ലുകയും ചെയ്തു. ഇതൊരു ഒരു ഒരു ഞാൻ പറയാം, അവരുടെ തമ്മിലുള്ള ആത്മബന്ധം, ചിന്തകൾ തമ്മിലുള്ള ബന്ധം, അത് നാം തിരിച്ചറിയേണ്ടതാണ്. ഇന്നൊക്കെ ആണെങ്കിൽ ഒരാളുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു നിർദ്ദേശിക്കപ്പെട്ടാൽ ആള് മാറിക്കൊടുക്കും. അത് പുള്ളി ദീർഘകാലം പല രാജ്യങ്ങളിലും സ്ഥാനപതിയായിരുന്നു, കവിയാണ്, ലോകാരാധ്യനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, ജനങ്ങളെ നയിക്കുന്ന അലണ്ടയാണ് തന്നെക്കാൾ യോഗ്യനായ വ്യക്തി. അദ്ദേഹമാണ് ഇന്ന് ആകേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അലണ്ടയ്ക്ക് വേണ്ടി മാറിക്കൊടുത്തത്. അലണ്ട ആകണമെന്ന് നിർബന്ധപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മാറിക്കൊടുത്തു. ആ പാബ്ലോ നെരൂദയെ പോലുള്ള സാഹിത്യകാരന്മാർ, ലോക സാഹിത്യകാരന്മാർ നമ്മുടെ മുന്നിൽ മാതൃകയായി നിൽക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഈ പാത്രസൃഷ്ടികൾ, കവിതാരചനയ്ക്കായി നാം ഇങ്ങനെ ഇരുട്ടിൽ തപ്പേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ചിന്തകളിലേക്ക് ലോകം തന്നെ കടന്നു വരികയും പുത്തൻ സൃഷ്ടികൾ നടത്താൻ ഇടവരികയും ചെയ്യണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. നാം ഇവിടെ ഈ കാവ്യ ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് പുത്തൻ പുത്തൻ ആശയങ്ങൾ കവികളിൽ നിന്ന് ഉണ്ടാകുന്നത് നാം എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്.
കവികളാണല്ലോ പുതിയ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും, കവികളാണല്ലോ നാളെക്കുറിച്ച് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളുകൾ കവികളാണ്. കവികൾ ചിന്തിക്കുമ്പോഴാണ് ലോകത്ത് ഒരു പുതിയ വെളിച്ചം ഉണ്ടാകുന്നത്. കവികളുടെ മനസ്സിലേക്കാണ് ഇങ്ങനെ ഒരു വെളിച്ചം വരുന്നത്. ആ പുതിയ നാളെക്കുറിച്ച് ചിന്തിക്കാനും ആളുകളെ പ്രേരിപ്പിക്കുന്ന സൃഷ്ടികൾ നടത്തുന്ന വ്യക്തികളാണ് കവികൾ എന്ന് പറയുന്നത്. കവികളുടെ ഭാവനയാണ് ലോകത്തിൻ്റെ താളം, ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന വഴി എന്ന് പറയുന്നത്. ആ വഴിയിലേക്കൂടെ യാത്ര ചെയ്യുന്ന മഹത്തുക്കളായ കാവ്യശാസ്ത്രത്തിലെ കവികളെ വീണ്ടും വീണ്ടും കാണുക, അവരോട് സംസാരിക്കുക, അവരെ കവിതകൾ കേൾക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നത്തെ കാവ്യശാസ്ത്രം ഉദ്ഘാടനം ചെയ്തത് ശ്രീ KR അജയനാണ്. അജയൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീമതി ജയാശ്രമോട് സൂചിപ്പിച്ചതുപോലെ വളരെ മികച്ച എഴുത്തുകാരാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ യാത്രാവിവരണങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീ KR വിജയൻ്റെ നല്ല പ്രഭാഷകനാണ്. ശ്രീ KR അജയനെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പരിപാടിക്ക് വരുന്നത്. കുറേ നാൾ മുമ്പ് ഒരു അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അന്ന് ബാലേന്ദ്രൻ ചേട്ടനും കൂടെ ഇല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവാർഡ് വാങ്ങിക്കാൻ നിൽക്കാതെ എനിക്ക് മുങ്ങേണ്ടി വന്നു. എൻ്റെ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. അന്ന് വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു സംഭവം നടക്കുകയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അവാർഡ് നേരിട്ട് വാങ്ങാൻ കഴിയാതെ പോയി എന്നുള്ള ഒരു സങ്കടം മനസ്സിൽ നിൽപ്പുണ്ട്. ഇവിടെ വളരെ മനോഹരമായ സദസ്സാണ്. പ്രത്യേകിച്ചും കവികളുടെ സദസ്സ്. ഞാനൊരു കവിയല്ല, കവിത എഴുതിയിട്ടുമില്ല. കവിത എഴുതാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല, അതിന് ഒരു പ്രത്യേക സർഗസിദ്ധിയും സിദ്ധിവിശേഷവും വേണം കവിത എഴുതാൻ. അതുകൊണ്ടാണ് നേരത്തെ ബഹുമാനായ ശ്രീ PS ബാലചന്ദ്രൻ സാർ പറഞ്ഞത്, ലോകത്തെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ലോകത്തോട് നേരിട്ട് സംവദിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് കവികൾക്കാണ്. അത് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ ആവിഷ്കാര രീതി, അത് സമൂഹത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ, ആ ചലനങ്ങളിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ സംഭവിക്കുന്ന ലോകത്തിലുണ്ടാകുന്ന പുതിയ ചലനങ്ങൾ. ഞാൻ ചലനമെന്ന വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, ചലനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മാറാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ മാറ്റമെന്ന് പറയുന്നത് പോലെ ചലനമാണ്. കവിതയെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ വരുമ്പോൾ, കവിത എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഒരു തരം ചലനമാണ്. അതെന്ത് വിഷയമാവട്ടെ, ഏത് തരത്തിലുള്ളതാവട്ടെ, പക്ഷേ നമ്മളെ മനസ്സിനെ വല്ലാത്ത തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ, നല്ലതായിട്ടോ ചീത്തയായിട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ചലനാത്മകമായ ഒരു ദ്യുതിയാണ് യഥാർത്ഥം പറഞ്ഞാൽ കവിത. അതുകൊണ്ട് തന്നെ ഏത് പീരിയോഡിക്കൽ എൻ്റെ കയ്യിൽ കിട്ടിയാലും, മാഗസിനായാലും വീക്ക്ലീസ് ആയിരുന്നാലും ഏതായിരുന്നാലും എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ ആദ്യം വായിക്കാൻ ശ്രമിക്കുന്ന കവിതകളാണ്. ഇവിടെ ഇരിക്കുന്ന പല കവികളുടെയും കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിറഞ്ഞ സദസ്സിൻ്റെ മുമ്പിൽ ചുരുക്കം ചില കാര്യങ്ങൾ
കവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കവിത എന്നത് മനുഷ്യ വംശത്തിൻ്റെ സാംസ്കാരികമായും ചരിത്രപരവുമായ അടയാളപ്പെടുത്തലുകളുടെ ഒരു വലിയ ഭൂപടമാണ്. ഭാഷകൾക്കും അതിരുകൾക്കും എല്ലാം അപ്പുറത്തേക്കുള്ള, അല്ലെങ്കിൽ ഭാഷകൾക്കും അതിരുകൾക്കും അപ്പുറം മനുഷ്യൻ്റെ ചിന്തകളെ കോർത്ത് എടുക്കുന്ന ഒരു നൂലായി വേണം കവിതയെ കാണാൻ. ഞാൻ കവിതയുടെ ലക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല. ഞാൻ കവിതയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന കാലത്ത് കവിത പ്രത്യേക വിഭാഗമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കവിതയെക്കുറിച്ച് വേണമെങ്കിൽ കുറേ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കവിതയുടെ എഴുത്ത് രീതിയെക്കുറിച്ചോ ഘടനയെക്കുറിച്ചോ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ പുതിയ കാലത്തെ കവിത എങ്ങനെ, പുതിയ ലോക കവിത, അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്, പുതിയ കാലത്തെ കവിത എങ്ങനെ എന്ന് വിലയിരുത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്രയോ കാണാതെ പഠിച്ചിട്ടുള്ള ക്ലീശയായ വാചകങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. കവിതയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ ഇതെല്ലാമാണ്. പക്ഷെ പുതിയ കാലത്ത് കവിതയുടെ നിർവചനത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പഴയ കാലത്താണെങ്കിൽ താളബദ്ധമായ വരികളും കുറേ സങ്കല്പങ്ങളും മിത്തുകളും കുറേ ബിംബങ്ങളും എല്ലാം വരുന്നതായിരുന്നു കവിതകൾ. പക്ഷെ പുതിയ കാലത്ത് ആ കവിത എന്ന താത്വികമായ സങ്കല്പം അല്ലെങ്കിൽ കൺവെൻഷനലായിട്ടുള്ള ഒരു ചിന്താധാര പെട്ടെന്ന് മാറി. ഇന്ന് കവിത വെറും വാക്കുകളുടെ വിന്യാസമല്ല, മറിച്ച് അനുഭവമാണ്. നമ്മൾ പറയില്ല, എക്സ്പീരിയൻസാണ്. കവിത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുതരം എക്സ്പീരിയൻസാണ്. വെറുതെ ചൊല്ലിക്കേൾക്കാനുള്ളതോ അല്ലെങ്കിൽ വെറുതെ ചൊല്ലാനുള്ളതോ അല്ലെങ്കിൽ വെറുതെ വായിച്ച് കളയാനുള്ളതോ ഒന്നുമല്ല, ഒരുതരം എക്സ്പീരിയൻസാണ്. അതിന് കുറേ ഘടകങ്ങളുണ്ട്. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കവിതകളെക്കുറിച്ചുള്ള പഠനത്തിലെ ഒരു പുസ്തകം എടുത്ത് വായിച്ചു. പുതിയ കവിതാ പഠനങ്ങൾ പോലും, പുതിയ കാലത്തെ കവിതാ പഠനങ്ങൾ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പ്രദായികമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കവിത രചനാ സങ്കല്പങ്ങളിൽ നിന്ന് പുതിയതായി അതിൽ നിന്ന് പുറത്തു വരാത്ത കവിതാ പഠനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷെ സൂക്ഷ്മമായ പ്രശ്നം ലോകത്ത് അങ്ങനെയൊന്നുമല്ല. ലോകത്ത് കവിതയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഈ സാഹിത്യ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കവിത. ഒരു സംശയം വേണ്ട. ഒരു കഥ എഴുതുന്നതോ നോവൽ എഴുതുന്നതോ എന്തോ ആയിക്കോട്ടെ, നോവൽ ഇതൊന്നും സ്വാധീനിക്കില്ല എന്നുള്ളതല്ല. പക്ഷേ കവിത പോലെ വളരെ വേഗത്തിൽ നമ്മുടെ ഉള്ളിലേക്ക്, ഉള്ളകങ്ങളിലേക്ക് ഇടിച്ച് കയറി പരന്നൊഴുകുന്ന ഒന്ന് കവിത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്താകെ കവിത വളരെ ഗൗരവമായ ചർച്ചയാണ്. നമ്മളിവിടെ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കവിതയ്ക്ക് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ദ ഫോം എന്ന് പറയും, രൂപപരമായ ഒരു പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഴയകാലത്ത് വൃത്തം വേണം, അലങ്കാരം വേണം, ഇതെല്ലാം വേണം. ഇന്ന് വരികളുടെ ക്രമീകരണം തന്നെ വേണമെന്നില്ല കവിതയ്ക്ക്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം നിങ്ങളിൽ തന്നെ പല ആളുകൾ കവിത എഴുതുന്നതാണ്. ഞാനിവിടെ ഒന്നിട്ട് കവിത കേട്ടതുമാണ്. അത് പക്ഷേ വരികളുടെ ക്രമീകരണം പോലും ഇല്ലാതെ നമ്മൾ അവതരിപ്പിക്കുന്ന വാക്കുകളുടെ ഒരു സഞ്ചയമുണ്ടല്ലോ, ആ സഞ്ചയം സൃഷ്ടിക്കുന്ന ഒരു വികാരമുണ്ട്. നമ്മളതിന് ഇംഗ്ലീഷ് പറയും സെൻഷ്വസ്നെസ്, ഇന്ദ്രിയപരത. മലയാളം വേണമെങ്കിൽ അങ്ങനെ പറയാം, ഇന്ദ്രിയപരത. ആ സെൻഷ്വസ്നെസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ കവിതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതുകൊണ്ടാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ ക്യാ എന്നൊരു കവിത എഴുതുമ്പോൾ, ക്യാ എന്നൊരു കവിത ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ, ആ കവിതയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ പറയാൻ പോകുന്നില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഞാനൊരു കവിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ കവിത ഉണ്ടാക്കുന്ന ഒരു ധാരണയുണ്ടല്ലോ. നമ്മൾ ക്യാ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ ആ കവിതയുടെ സന്ദർഭം മാത്രം മനസ്സിലാക്കുമ്പോൾ ക്യാ എന്നുള്ള ഒരു ചോദ്യത്തിൽ കൂടുതലൊന്നും പറയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ക്യാ വന്നു വീഴുന്നു. ഏത് ഭാഷയിലുള്ള ആളിനും
ആ ക്യാ എന്നുള്ള പ്രയോഗം, ആ പ്രയോഗത്തിൻ്റെ അർത്ഥാന്തരങ്ങൾ ഇങ്ങനെ വല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്നു. പുതിയ കാലത്ത് അങ്ങനെ ഒരു രൂപപരമായ പരിണാമം കവിതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കവിത എന്ന് പറയുന്ന ഒരുതരം രാഷ്ട്രീയമാണ്. അത് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ കൊടി രാഷ്ട്രീയമോ ഒന്നുമല്ല. നമ്മുടെ ഒരു എന്താണ് അതിന് പറയുക, നിശബ്ദരായിരിക്കുക, സംസാരിക്കുക, രണ്ട് തരത്തിലാണല്ലോ മനുഷ്യരെപ്പോഴും. നിശബ്ദരായിരിക്കുന്നവരുടെ സംസാരവും സംസാരിക്കുന്നവരുടെ നിശബ്ദതയുമാണ് പുതിയ കാലത്തെ കവിത. ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞതാണ് ഈ അടുത്ത കാലത്ത്, നിശബ്ദരായിരിക്കുന്നവരുടെ ശബ്ദവും ശബ്ദമില്ലാത്തവരുടെ നിശബ്ദതയുമാണ് കവിത. ഒന്ന് ആലോചിച്ച്, കറക്റ്റല്ലേ? ലോകത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന, ലോകമാസകലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഒരിടത്ത് നിശബ്ദരായിരിക്കുന്നു. ഗാസയിൽ എത്രയോ ആളുകൾ, എത്രയോ കുട്ടികൾ മരിച്ചു വീഴുന്നു, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, എത്രയോ ആളുകളുടെ നേരെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരുന്നു. അവരെല്ലാം നിശബ്ദരാണ്. പുറം ലോകവുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ ആ നിശബ്ദരായവരെ കുറിച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശബ്ദിക്കുന്ന ആ നിശബ്ദരായവർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നിശബ്ദരായവരുടെ ശബ്ദവും ശബ്ദമുള്ളവരുടെ നിശബ്ദതയുമായി കവിത മാറുന്നു. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ മലയാളത്തിൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം, മലയാളത്തിൽ എന്തെല്ലാം തരത്തിലാണ് കവിത. ദളിത് കവിത, സ്ത്രീപക്ഷ കവിത, പരിസ്ഥിതി കവിത, പല 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 കവിതകൾ കുറേ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പക്ഷേ നമ്മളെല്ലാം അത് ചെയ്യുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾ അങ്ങനെയെല്ലാം കവിത എഴുതുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം സ്വത്വബോധം അല്ലെങ്കിൽ സ്വത്വബോധത്തിൻ്റെ രാഷ്ട്രീയം ഈ കവിതകളിലൂടെ കടന്നു വരുന്ന ഒരു കാലത്താണ് ഈ പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുമാരനാശൻ്റെ കവിതയും വള്ളത്തോളിൻ്റെ കവിതയും അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോഴും പ്രാപ്യമാണ് നമുക്ക്. പക്ഷേ എന്നാൽ പോലും ആ കവിതകളെല്ലാം വെല്ലുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഖണ്ഡകാവ്യം ഉണ്ടാവുന്നില്ല, ഒരുപക്ഷെ മഹാകാവ്യങ്ങൾ ഉണ്ടാവുന്നില്ല, അതെല്ലാം ശരിയായിരിക്കും. പക്ഷേ വീണപൂവിൽ പറഞ്ഞത്, ദുരവസ്ഥയിൽ പറഞ്ഞത്, ചണ്ടാല ഭിക്ഷുകയിൽ പറഞ്ഞത്, ആശാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വള്ളത്തോൾ ഏതെങ്കിലും കവിതയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ വൈലോപ്പള്ളി പറഞ്ഞത്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയത്, ഒരു കാലത്ത് എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിച്ചിരുന്നോ അതിനേക്കാൾ എത്രയെങ്കിലും ഇരട്ടി തരത്തിൽ നമ്മളീ പറയുന്ന പുതിയ കാലത്തുള്ള കവിത നമ്മളെ സ്വാധീനിക്കുന്നു. ഒരിക്കൽ അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഛന്ദസ്സും വൃത്തനിബദ്ധമായ വരികളായിരുന്നു എങ്കിൽ പോലും അതൊന്നുമില്ലാത്ത കാലത്ത്, പുതിയ കാലത്ത് ഇതൊന്നുമില്ലാതെ തന്നെ കവിതകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നേരത്തെ ഞാൻ ആവർത്തിക്കുന്നു, ഇടിച്ചു കയറി വരുന്നു. ഇത് പുതിയ കാലത്തെ ഏറ്റവും വലിയ സവിശേഷതയാണ്. മൂന്നാമത്, വായനക്കാരൻ്റെ ഇടപെടൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ശിവൻകുട്ടി ചേട്ടൻ എഴുതുന്ന ഒരു കവിത, ശിവൻകുട്ടി ചേട്ടൻ കവിത എഴുതുന്നു, ശരി, ഞാനും വായിക്കാറുണ്ട്. പക്ഷേ ഈ കവിതയുടെ പരപ്പെങ്ങനെയാണെന്ന് നിങ്ങൾ കവികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വായനക്കാരനുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്ന ഒരു കവിതയുടെ ആ കവിത എങ്ങനെയാണ് അതിൻ്റെ ഒരു പരപ്പ്, നമ്മൾ ഈ സമൂഹത്തിലേക്ക് അത് എങ്ങനെയാണ് പരന്നൊഴുകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥമേ അല്ല ഞാൻ വായിക്കുമ്പോൾ ഈ കവിതയ്ക്ക്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞികണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയമെന്ന് നിന്റെ ആഭൂതി അങ്ങ് പുനരിങ്ങി കിടപ്പി തോർത്താൽ. ഇത്രയും വായിച്ചാൽ നമുക്ക് മനസ്സിലായി എന്തിനാണ് ഒരു പൂവിനെ കുറിച്ചാണ് പാടുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ കിടക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോകുന്നില്ല. ആ കവിതയുടെ ഗൗരവമായ ചിന്ത വരുന്നത് ഒരുപക്ഷെ പകുതിക്ക് ശേഷമാണ്. വീണപൂവ് എന്ന് പറയുന്ന കവിതയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ വീണപൂവ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്ന കവിതയുടെ പകുതിക്ക് ശേഷമാണ്. അതുവരെയും പ്രകൃതി വർണ്ണനയോ അല്ലെങ്കിൽ കവി വർണ്ണനകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഛന്ദസ്സും വൃത്തവും പിന്നെ സൗന്ദര്യശാസ്ത്രവും എല്ലാം ചേരുന്ന, ഭാഷാപരമായ സുഗന്ധം എല്ലാം ചേരുന്ന ഒരു കവിത. പക്ഷേ ആ കവിത ഞാൻ പറഞ്ഞല്ലോ, എത്രയോ നാളുകൾ എത്രയോ കാലമായി വായിച്ചതിന് ശേഷമാണ് ഇപ്പോഴും വിശകലനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എഴുതുന്ന കവിതയിൽ ഈ പുതിയ കാലത്തെ കവികൾ എഴുതുന്ന കവിത അങ്ങനെയല്ല. ഈ കവിത ഒരാൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താണോ കവിതയിൽ കവി ഉദ്ദേശിച്ചത്, ആ കവി ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് വായനക്കാരൻ അതിനകത്ത് കവിയായി മാറുന്നു. വായനക്കാരൻ കവിയായി മാറുന്ന അവസ്ഥയാണ്. കവി മാത്രമല്ല, എഴുതുന്നയാൾ മാത്രമല്ല കവി, അത് വായിക്കുന്നയാളും കവിയായി മാറുന്നു. കാരണം എൻ്റെ ഭാവനകൾ, എൻ്റെ സങ്കല്പങ്ങൾ ഈ കവിതയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ കവിത നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ അകലത്തിലേക്ക് പറന്നു പോകുന്നു. പുതിയ കാലത്ത് പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ
ദൃശ്യാത്മകത എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ വിഷ്വലൈസേഷൻ, വിഷ്വൽ ഇഫക്റ്റ് എന്ന് പറയില്ലേ, വിഷ്വൽ ഇഫക്റ്റ് എന്ന് പറയില്ലേ, വാങ്മയ ചിത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും മലയാളത്തിൽ. വാങ്മയ ചിത്രം അല്ല എങ്കിൽ പോലും ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾ തീർക്കുന്ന ചില 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 ബിംബങ്ങൾ, ചില സൂചനകൾ, ആ സൂചനകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഒരു പണ്ട് എബ്രഹാം ലിങ്കനെ കുറിച്ചൊരു കഥ കേട്ടിട്ടില്ലേ, ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ഒരു കോമയിൽ ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കുന്ന കഥ ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു കോമ, ആ ഒരു കോമയിൽ അല്ലെങ്കിൽ ഒരു വിസർഗത്തിൽ, ഒരു ആശ്ചര്യചിഹ്നത്തിൽ, ഒരു വാക്കിനോട് ചേർന്ന് ഈ പങ്ക്ച്വേഷൻസിൽ ഏതെങ്കിലും ഒന്ന് കടന്നു വരുമ്പോൾ ഈ കവിതയുടെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രതിഫലിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥതലം വായനക്കാരൻ്റെ ഉള്ളിലേക്ക് വല്ലാത്ത തരത്തിലേക്ക് വിഷ്വലൈസ് ചെയ്യപ്പെടുന്നു. ഒരു ചലച്ചിത്രം പോലെ, ഒരു സുന്ദരമായ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് പോലെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആ കവിത വന്നു വീഴുന്നു. പുതിയ കാലം എല്ലാ കവിതകളും ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദൃശ്യാത്മകത കവിതയ്ക്ക് കൂടുതലാണ് ഇപ്പോൾ. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ആഴത്തിലുള്ള സങ്കടങ്ങളെയോ സന്തോഷങ്ങളെയോ പ്രതിഷേധങ്ങളെയോ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ തീക്ഷ്ണമായി അവതരിപ്പിക്കുന്ന ഒരു പുതുകാല കലാരൂപം അല്ലെങ്കിൽ പുതുകാല എഴുത്തുരൂപമാണ് കവിത എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്പോണ്ടേനിയസ് ഓവർഫ്ലോയുടെ കാലം കഴിഞ്ഞു, നിർഗള പ്രവാഹത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട്, സാറ് സൂചിപ്പിച്ച അതാണ്, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന എന്തിനെക്കുറിച്ചും കവിത എഴുതായിപ്പോൾ. ഒരു ചിട്ടവട്ടവുമില്ലാതെ നമുക്ക്, ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ ആഴത്തിലുള്ള സങ്കടങ്ങളെയോ സന്താപങ്ങളെയോ എന്തിനെക്കുറിച്ച് വേണോ നമുക്ക് കവിത എഴുതാവുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഈ കവിതകൾ, ഈ പുതുകാല കവിതകൾക്ക് രീതികൾക്ക് പ്രചോദനമായത് പഴയ കാലത്തെ ആധുനികതയാണ് എന്നുകൂടി നമ്മുടെ കവികൾ മനസ്സിലാക്കണം. ഹൈക്കു കവിതകൾ ഉദാഹരണം. ഇപ്പം നിങ്ങൾ പല ആളുകളും 8 വരി കവിത എഴുതുന്നതാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് ഇറ്റാലിയൻ മോഡലിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു വന്ന് ഇപ്പോൾ പുതിയ ആളുകൾ പഠിച്ചു വരുന്നുണ്ട്. അതെന്തോ ആവട്ടെ. ഒക്ടറ്റും സെക്റ്ററ്റും എന്ന് പറയുന്ന 2 സെക്ഷനായിട്ട് 8, 6, 14 വരി എഴുതുന്ന സോണറ്റ് രീതി നിങ്ങൾക്കറിയാം. ഇപ്പോഴും നമ്മളെ കവിതകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. സോണറ്റുകളിൽ എന്താണോ ഉണ്ടായിരുന്നത്, സോണറ്റുകൾ എങ്ങനെയാണോ എഴുതിയിരുന്നത്, അത് നേരിട്ട് അറിയാത്ത ആളുകൾ പോലും ഒരു സോണറ്റിയൻ രീതിയിലേക്ക് കവിതകൾ രചിക്കുന്ന ഒരു ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതാണ്. ഹൈക്യു, പിന്നെ ഗസൽ, സോണറ്റ്. ഇപ്പോൾ ജപ്പാനിൽ നിന്നൊരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഷിൻറിൻ യോക്കു എന്നാണ്. ഷിൻറിൻ യോക്കു. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, ജാപ്പനീസുകാരന്, ഒരു ചെറുപ്പക്കാരനാണ്, യോസുക്കെ തനൂക്ക എന്നാണ് അവൻ്റെ പേര്. ഇവൻ വളരെ മനോഹരമായ കവിതകൾ എഴുതുന്നൊരുത്തരാണ്. ഒരു 25-30 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളാണ് യോസുക്കെ തനൂക്ക. ഒരിക്കൽ ഇയാളോട് ഞാനിങ്ങനെ ഓൺലൈനിൽ ചാറ്റ് ചെയ്യുമ്പോൾ അവനാണ് ഈ പുതിയ സംഗതിയെക്കുറിച്ച് പറഞ്ഞത്. ഷിൻറിൻ യോക്കു എന്താ സംഭവം എന്നറിയോ? ഇത് ജപ്പാനിൽ ഉപയോഗിക്കുന്ന പ്രകൃതി ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ധ്യാന മുറയാണ് ഷിൻറിൻ യോക്കു എന്ന് പറഞ്ഞാൽ. പ്രകൃതിയുമായി താതാമ്യം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ കാര്യം, ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു, ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ എങ്ങനെ മരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം എന്ന് നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രകൃതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മാറ്റാം എന്ന് ചിന്തിക്കുന്ന ഒരു ശാഖയാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രകൃതി ചികിത്സയിൽ നിന്ന് മാറി കവിതാ ചികിത്സയിലേക്ക് ഷിൻറിൻ യോക്കു കടന്നിരിക്കുന്നു. അയാൾ പറഞ്ഞിരിക്കുന്ന സംഭവം ഇതാണ്. ഒരു വനത്തിൻ്റെ മധ്യത്തിൽ ചെന്നിരിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ചെടിയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിലേക്ക് നോക്കുക. ആ മരത്തിൽ നിങ്ങൾ എന്ത് കാണുന്നു? മറ്റൊരു ചിന്തയുമില്ലാതെ, മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾ കാണുന്ന കാര്യത്തിന് ഒരു കടലാസിൽ പകർത്തി വെക്കുക. എന്നിട്ട് ആ മരത്തിൽ നിന്ന് വേറൊരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുക. മറ്റൊന്നും ചിന്തിക്കാതെ, നേരത്തെ കണ്ട മരത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ആ മരത്തിൽ കാണുന്ന കാഴ്ചകൾ എന്താണോ നിങ്ങൾ എഴുതി വെക്കുക. 3 മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിരന്തരം ഒരേ സമയം ഒരു അറ്റ സ്ട്രെച്ച് നമ്മൾ പറയില്ല, ഒറ്റ ഓട്ടത്തിൽ ഈ 3 മരങ്ങളുടെ ചുവട്ടിൽ ചെന്നിരിക്കുക. നിങ്ങൾ എഴുതിയിട്ട് ഈ 3 മരങ്ങളുടെയും നടുവിൽ വന്നിരുന്ന് ഈ വരികൾ ഏറ്റവും അവസാനം എഴുതിയത് ആദ്യവും
ആദ്യം എഴുതിയത് രണ്ടാമതും നടുവിൽ എഴുതിയത് ഏറ്റവും അവസാനമായി വായിക്കുക. വായിക്കുമ്പോൾ ഈ 3 മരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു കവിത തരും. സംഭവം സത്യമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം ഈ നമ്മൾ വിചാരിക്കാത്ത ചിന്തകളിലേക്ക്, നമ്മൾ വിചാരിക്കാത്ത സ്വപ്നങ്ങളിലേക്ക്, നമ്മൾ വിചാരിക്കാത്ത സൃഷ്ടിപരമായ ഒരു സൗഭാഗ്യത്തിലേക്ക് നമ്മൾ വല്ലാത്തരത്തിൽ കടന്നു പോകും. ഷിൻറിൻ യോക്കു ഇവന്റെ മനോഹരമായ അതിൽ തന്നെ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട ഈ മുദ്രാവാക്യം തന്നെ ഇതാണ്: ഒരു വിത്ത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, അതവിടെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും ആ ചില്ലയിൽ വന്നിരുന്നൊരു കിളി പാടിയാലോ? ഒരു വിത്ത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, അതവിടെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും ഒരു കിളി ആ ചില്ലയിൽ വന്നിരുന്ന് പാടിയാലോ? ഒരു വിത്ത് മാത്രമാണ് പറയുന്നത്. ബാക്കി മരം അത് നമ്മുടെ മനസ്സിൽ വളരുന്നു, അത് ശാഖകളാവുന്നു, അതിനകത്ത് പൂക്കളുണ്ടാവുന്നു, കായകളുണ്ടാകുന്നു. ആ ശാഖയിൽ ഒരു കിളി വന്നിരിക്കുന്നു, അത് ചിലയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും സംഭവത്തെ വെറും ഒറ്റ വരിയിലാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലൊരു വിത്ത് സൂക്ഷിക്കുക, അതവിടെ കിടക്കട്ടെ. ചിലപ്പോൾ ഒരു കിളി വന്നിരുന്ന ചില്ലയിലിരുന്ന് പാടിയാലോ? ഇതാണ് അവരുടെ രീതി. അവൻ്റെ ഒരു കവിത ഞാൻ തന്നെ മലയാളീകരിച്ചാണ്. അത്ര ഒരു കവിയല്ലാത്ത ഞാൻ മലയാളീകരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഒന്ന് കുറച്ച് 4 വരി ഒന്ന് വായിക്കും, മനസ്സിലാവും. ഞാൻ വീണ്ടും വരും, സൈക്കിൾ ഓടിച്ച്. അത് പറഞ്ഞില്ല. ഇവൻ ഈ സൈക്കിളിൽ പർവ്വതങ്ങൾ കയറി ഇറങ്ങുന്ന ഒരുത്തനാണ്, യോസുക്കെ തനാക്ക. അങ്ങനെയാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവൻ്റെ പണിയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം സൈക്കിൾ എടുക്കുക, ഏതെങ്കിലും പർവ്വതത്തിലേക്ക് പോവുക, എന്നിട്ട് സൈക്കിളിൽ ഇങ്ങനെ പർവ്വതത്തിന് സമീപ പ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുക, എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവൻ്റെ കവിത ഉണ്ടാക്കിയിരിക്കും മനസ്സിൽ. ഇതാണ് അങ്ങനെയുള്ള കവിതയാണ്. ഞാൻ വീണ്ടും വരും, സൈക്കിൾ ഓടിച്ച് നിന്റെ നിമ്നോന്നതങ്ങളിലൂടെ. ഞാൻ വീണ്ടും വരും, സൈക്കിൾ ഓടിച്ച് നിന്റെ നിമ്നോന്നതങ്ങളിലൂടെ. അന്നെൻ്റെ സൈക്കിൾ ചക്രത്തിൽ ഒരു ഹൃദയം കോർത്തിട്ടിരിക്കും. അന്നെൻ്റെ സൈക്കിൾ ചക്രത്തിൽ ഒരു ഹൃദയം കോർത്തിട്ടിരിക്കും. നീ നിന്റെ തണുപ്പ് കൊണ്ട് അതിലൊന്ന് ചുംബിക്കണം. ഉണരരുത്. എന്തെന്നാൽ ഞാനും നീയും എപ്പോഴും ആലിംഗനത്തിലാണല്ലോ. കവിത തീർന്നു. ഈ കവിത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾ കവികളാണ്. കവികൾക്ക് ഇത്രയും മാത്രം മതി. എത്രയെങ്കിലും നിങ്ങൾ ഭാവനാസമ്പന്നരാണ്. ഇത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കവിതകൾക്കുള്ള പ്ലോട്ടായി തന്നിരിക്കുന്നത്. എത്രയോ കവിതകൾക്കുള്ള പ്ലോട്ടാണ് ഈ പറയുന്ന 6 വരി. എത്രയോ കഥകൾക്കുള്ള ഒരു പ്ലോട്ടാണ് ഇത്. എനിക്ക് വേണമെങ്കിൽ ഈ കവിത ഈ 4 വരി കവിതയെ വച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ സംസാരിക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പുതിയ കവിതകൾ, പുതുകാല കവിതകൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് ലോക കവിത എന്ന് പറയുന്നത് പ്രകൃതി വർണ്ണനകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. യുദ്ധം, പലായനം, ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീവാദം, പരിസ്ഥിതി, മനുഷ്യാവകാശങ്ങൾ, ഇങ്ങനെ എല്ലാം. പക്ഷേ പ്രകൃതി വർണ്ണനയിൽ നമ്മൾ ശ്രദ്ധിക്കും. ഈ കവിത തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞ കവിത നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഇത് പ്രകൃതിയാണോ എന്ന് ചോദിച്ചാൽ പ്രകൃതിയാണ്. പക്ഷേ പ്രകൃതി അവിടെ ഉണ്ടെങ്കിൽ പോലും കവി തന്നെ ഒരു പ്രകൃതിയായി മാറുന്നൊരവസ്ഥയില്ലേ? വളരെ സൂക്ഷിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കവി തന്നെ നേരത്തെ പറഞ്ഞു ഷിൻറിൻ യോക്കു അങ്ങനെ പ്രകൃതി കവിയായി മാറുന്നു, കവി പ്രകൃതിയായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. 2 കോൺട്രഡിക്ഷനാണ്. പക്ഷേ ഈ 3 മരങ്ങളെ ചെന്ന് കണ്ട് 3 മരങ്ങളോടും നമ്മൾ സംസാരിക്കുകയാണ്. ഒരു ഇലയെ നോക്കുമ്പോൾ അത് വെറുതെ ഇരിക്കുകയല്ലോ. നമ്മൾ വളരെ വളരെ മൗനമായൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് നോക്കിയേ. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നത്, കാട്ടിലേക്ക് കയറി നടക്കും. ഞാൻ സാധാരണ ഗ്രൂപ്പ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ്. പക്ഷേ എൻ്റെ നടത്തേണ്ട രീതി ഞാൻ ഒന്നിൽ ഏറ്റവും മുന്നിൽ പോകും, അല്ലെങ്കിൽ ഏറ്റവും അവസാനം പോകും. എന്താണെന്ന് വെച്ചാൽ ഒരു തരം ധ്യാനമാണ്. അതെനിക്ക് മാത്രമല്ല, സാധാരണ ഈ പർവ്വതങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രികർക്കെല്ലാം ഉണ്ടാകുന്ന പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ്. അതിന് ഇംഗ്ലീഷിൽ പേര് പറയും സിനസ്തേഷ്യ എന്ന് പറയും. സിനസ്തേഷ്യ. ഇപ്പോൾ ചില പർവ്വതങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും പിന്നെ അച്ഛനെ പോലെ. ചില പർവ്വതങ്ങളുടെ കിടപ്പ് കണ്ടാൽ കുളി കഴിഞ്ഞിങ്ങനെ വന്ന് പിന്നെ കട്ടിലിങ്ങനെ വിശ്രമിക്കുന്ന അമ്മയെ പോലെ തോന്നും. ചിലപ്പോൾ തോന്നും ക്യാൻസർ ബാധിച്ച് ആശുപത്രി കിടക്കയിൽ അവസാന ശ്വാസം എടുക്കുന്ന അമ്മയുടെ മുടി ഇങ്ങനെ പാറിപ്പറക്കുന്ന പോലെ തോന്നും. ചിലപ്പോൾ തോന്നും കാമുകിയെ പോലെ, ചിലപ്പോൾ തോന്നും യേശുദാസിനെ പോലെ.
ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു മനോരോഗം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇതൊരു മനോവ്യാപാരമാണ്, ഒരു മനോവ്യാപാരം. മനുഷ്യൻ്റെ സിനസ്തേഷ്യ എന്നാണ് അതിന് പറയുക. അതായത് ഏതെങ്കിലും ഒരു അണക്കെട്ടിൻ്റെ മേളിൽ കയറുന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചാടണം തോന്നും, നമ്മൾ ചാടില്ല. ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മേളിൽ കയറുന്നിട്ട് താഴേക്ക് ചാടാൻ തോന്നും, ചാടില്ല. ഈ സിനസ്തറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥ പുതിയ കാലത്തെ കവിതകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് പറയാനായത് പറഞ്ഞു. കാരണം നേരിട്ട് കാണുന്ന ഈ അതാണ് പറഞ്ഞത്, വെറും പ്രകൃതി വർണ്ണനകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന ചെറുതും വലുതുമായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു കവിക്ക് അത് ആയുധമായി മാറുന്നു. അത് യഥാർത്ഥം പറഞ്ഞാൽ കവിയുടെ മനസ്സിലേക്ക് അത് ഒന്ന് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് മൊട്ടിട്ട് കഴിഞ്ഞാൽ അത് വിരിയാൻ പക്ഷേ നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് പുതിയ കവിത രീതി. അങ്ങനെയാണ് ലോക കവിതകൾ പലതരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1-2 പേര് പറയാം. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. മൈക്രോ പോയട്രി, കൊളാബറേറ്റീവ് പോയട്രി, കൺഫെഷണൽ പോയട്രി, ചലഞ്ചിങ് പോയട്രി, മൾട്ടിലിംഗ്വൽ പോയട്രി, ഫ്രീ വേഴ്സ്, ബ്ലാങ്ക് വേഴ്സ്, എക്കോ വേഴ്സ്, സെൻസ്റ്റീന, ഈറോസ്റ്റിക്, ബ്ലാക്ക് ഔട്ട്, വൊക്കേഷണൽ, ഇങ്ങനെ ഓരോ തരത്തിലാണ് കവിതയെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിൽ ഏതൊക്കെ കവിത, നിങ്ങളുടെ കവിതകൾ ഓരോന്നെടുത്ത് വെച്ചിട്ട് വേണ്ടി നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന ഓരോ കവിതയും ഇതെല്ലാം പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, പുതിയ കവിതയ്ക്ക് പുതിയ ലക്ഷണശാസ്ത്രം വന്നു കഴിഞ്ഞു. ആ ലക്ഷണശാസ്ത്രം പരിശോധിക്കാം. നിങ്ങളുടെ ഓരോ കവിതയും എടുത്തു വെച്ചിട്ട് ഈ കവിത എങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത്, ലോകം കവിതയെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ പഠനത്തിൻ്റെ ഈ സ്ഫുരണങ്ങളാണ് നിങ്ങളിലെല്ലാം ഇങ്ങോട്ട്. നമ്മൾ നേരിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ വായിക്കുന്ന കവിതകളിൽ, നമ്മൾ കേൾക്കുന്ന കവിതകളിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കവിതകളിലൂടെ കുറേശ്ശെയായി നിങ്ങളെപ്പോലുള്ള കവികളിലേക്ക് ഇത് കുറേശ്ശെ നിങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കവിതകൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യൻ കവിതയും ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്. മൾട്ടി മോഡൽ കവിതകൾ വന്നു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്തിൽ കവിതകൾ വന്നു കഴിഞ്ഞു. പ്രകടനപരമായ കവിതകൾ വന്നു കഴിഞ്ഞു. മിനിമലിസം വന്നു കഴിഞ്ഞു. അതൊന്നും ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോരില്ല. പക്ഷേ രൂപിക്കർ ഇഫക്റ്റ് എന്ന് പറയുന്ന പുതിയ ഒരു ശാഖയെക്കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യൻ കവിതയിൽ. രൂപിക്കർ ഇഫക്റ്റ്. ഈ രൂപിക്കർ എന്ന് പറയുന്നത് കാനഡയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരിയായ ഒരു പെൺകുട്ടിയാണ് രൂപിക്കർ. നിങ്ങൾക്കറിയുമായിരിക്കും. ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റഴിഞ്ഞത്, കവിതാ പുസ്തകം വിറ്റഴിച്ചത് രൂപിക്കറിൻ്റെയാണ്. എന്താ സംഭവം എന്നറിയാം? സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ വാട്സാപ്പ് പോലെ, അല്ലെങ്കിൽ അറിയാമല്ലോ, ഞാനൊന്നും പറയുന്നത്, അങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയാസിൽ അവരുടേതായ ഒരു രീതിയിൽ കവിത എഴുതിക്കൊണ്ട് ലോകത്തിലെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്ന കവിയായി മാറി. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരൊറ്റ മാഗസീനും നിങ്ങളുടെ എഴുതി കൊടുക്കാത്ത വാമൊഴിയായി പറയുന്ന ഒരു കവിത അച്ചടിക്കുമോ? പറ്റുമോ? ഇല്ല. ഇപ്പം നിങ്ങൾ കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന കവിതകളല്ലേ ഇപ്പോഴും അച്ചടിക്കുന്നത്. നിങ്ങൾ നേരെ ഒരു പത്രാഫീസ് ചെന്നിട്ട് വാമൊഴിയായി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു വീക്കിലിയുടെ ഓഫീസ് ചെന്നിട്ട് വാമൊഴിയായി പറയുകയാണ്. അച്ചടിക്കുമോ? അച്ചടിക്കില്ല. ഇവിടെ വാമൊഴി കവിതകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അയ്യപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അയ്യപ്പനോട് ചൊല്ലാൻ പറയും. അയ്യപ്പൻ അവിടെ നിന്ന് ചൊല്ലാൻ പറ്റില്ല. അയ്യപ്പൻ ചൊല്ലണമെങ്കിൽ പോലും മനസ്സിൽ ചൊല്ലിയ ശേഷം അയ്യപ്പന് പേപ്പറിൽ പേനയെടുത്ത് എഴുതി കൊടുത്താൽ മാത്രമേ കവിതയാക്കാൻ പറ്റൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഇൻസ്റ്റാ പോയട്രി അവർ കൊണ്ടുവന്ന ഏറ്റവും വലിയ സംഗതി ഇതാ, ഇൻസ്റ്റാ പോയട്രി, രൂപിക്കർ. ആ രൂപിക്കർ ഇഫക്റ്റ് ലോകത്താകമാനം കവികളിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മിനിമലൈസിങ് സ്റ്റൈല്. പിന്നെ അവർ ഏറ്റവും കൂടുതൽ അവരുടെ കവിതകളിലൂടെ പ്രതിഫലിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുറന്നു പറച്ചിൽ എന്നുള്ളതാണ്. ഇന്ത്യൻ കവികളിൽ ഒരുപക്ഷെ ഭൂരിഭാഗം പേർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം അതാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ എത്ര പേർ ആർത്തവത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്? എത്ര പേര് എഴുതിയിട്ടുണ്ട്? വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കണം, വളരെ കുറവാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, സഹോദരിമാരൊക്കെ തന്നെ എത്ര പേര് ആർത്തവത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്? എഴുതില്ല. നമുക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടല്ല. നമ്മൾ ഏതോ തരത്തിൽ ഈ പറയുന്ന
ചിന്താഗതികൾ നമ്മൾ വിലക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വിലക്കുന്ന തരത്തിലേക്ക് നമ്മൾ വേട്ടയാടുന്നതുകൊണ്ട് മാത്രമാണ് എഴുതാൻ പറ്റാത്തത്. ഞാനിത് എഴുതിയാൽ എന്തായിരിക്കും സ്ഥിതി, ഞാൻ എഴുതിയാൽ അതുണ്ടാക്കുന്ന പിന്നെ ഇമ്പാക്റ്റ് എന്താണ്? ഇങ്ങനെയുള്ള ചിന്തകളാണ് മനുഷ്യനെ ഇങ്ങനെ വല്ലാതെ ആക്കുന്നത്, അല്ലേ? ലൈംഗികത എന്നുള്ള വാക്ക് തന്നെ ഇപ്പോഴും പുതിയ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള ഒക്കെ സീനിയറായിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോഴും ലൈംഗികത എന്ന് പറയുന്ന വാക്കിനോട് ഒരു തരത്തിലും താല്പര്യമില്ലാത്തത്. ഈ പറയുന്ന പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രൂപിക്കർ കൗറിനെ പോലെയുള്ള പെൺകുട്ടികൾ ലോകസാഹിത്യത്തിൽ നിറയുന്നത്, കവിതയുമായി നിറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്. ഒരു സ്ത്രീക്കുണ്ടാവുന്ന ധർമ്മസങ്കടങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു പെൺകുട്ടിയാണ്, 26 വയസ്സായ പെൺകുട്ടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ആർത്തവം ഉണ്ടായതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അമ്മയ്ക്ക് ആർത്തവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയോ? ചെറിയ തുണ്ട് തുണി നനച്ച് ആരും കാണാത്ത സ്ഥലത്ത് തൂക്കിയിടുമ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത്. അതും ആർത്തവം എന്തെന്ന് എനിക്ക് അറിയില്ല അന്ന്. പിന്നെ അറിയുമ്പോൾ എൻ്റെ സഹോദരിമാർക്ക്, എനിക്ക് 2 അനിയത്തിമാരാണ്, അവർക്ക് ആർത്തവം ഉണ്ടാകുന്നതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പം എൻ്റെ മകൾക്ക് ആർത്തവം ഉണ്ടായാലും എനിക്കറിയാം പുതിയ കാലത്തിൻ്റെ വ്യത്യാസം. അവൾ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് വന്നു പറഞ്ഞാൽ ഞാനാണ് എയർപോർട്ടിൽ പോയി വിളിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അവിടുന്ന് പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ നിർത്തണം, ഞാൻ കൊണ്ടുവന്ന പാഡെല്ലാം തീർന്നു. നിങ്ങളെയൊക്കെ കാലത്ത് മക്കൾ അച്ഛനോട് പറയുമോ? അമ്മ പറയാൻ സമ്മതിക്കുമോ? ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ ഇന്ദ്രിയപരത ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ വലിയ കവിതകൾക്ക് പാത്രമാകുന്നുണ്ട്. ഒരു ചെറിയ വിഷയം ഒരു വലിയ പാത്രത്തിലേക്ക് എടുത്തിടുന്ന പോലെയാണ് കവിതകൾ നമ്മൾ കാണുന്നത്. കവിതയെല്ലാം വളരെ ചെറുതായിരിക്കും, 4 വരി 5 വരി. ഇത് ഉണ്ടാക്കിയ ചലനമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഒരു കവിത ഉണ്ട്, മിൽക്ക് ആൻഡ് ഹണി പറയുന്നത് 4 ഭാഗമായിട്ടാണ്. ആ മിൽക്ക് ആൻഡ് ഹണിയിൽ ഒരു ഭാഗം വര മാത്രമാണ്, വര. കവിത ഇങ്ങനെ എഴുതി പോകുന്നു. ഉദാഹരണത്തിന് ഹാ ഒരു പൂവ്, ബാക്കി ആ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര, അതിനൊക്കെ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാ ആ പുഷ്പമേ, പുഷ്പത്തിനെ എന്നിട്ട് ഒരു പടം വരയ്ക്കുന്നു. പുതിയ രീതിയാണ്. നിങ്ങൾ ആരെങ്കിലും പരീക്ഷിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ലോകത്ത് പരീക്ഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിലൊന്നതാ. വാക്കുകളും വരകളും ചേർത്തിട്ടുള്ള പുതിയ രീതി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ഒരു മാഗസിനിൽ കണ്ടു ഒരു പിന്നെ ഇത്തരത്തിലുള്ളൊരു കവിത. ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ആണ് കവിത. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല, സത്യസന്ധമായി പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പുതിയ പരീക്ഷണമാണ്. എന്തോ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു വരയിലൂടെയൊക്കെ പറഞ്ഞിട്ട് 4-5 അക്ഷരങ്ങൾ ഒരു ചിത്രകഥാ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ രീതിയാണ്. ഇവര് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതാ, 4 ഭാഗങ്ങൾ. ഒന്ന് വേദനയിലാണ് ഞാനീ പറഞ്ഞ എല്ലാത്തിനെയും, എല്ലാ മുറിവുകളെയും, എല്ലാ ചോര ഒലിക്കലിനെയും, ആ വാക്കാണ് ഏറ്റവും പ്രധാനം. എല്ലാ മുറിവുകളെയും, എല്ലാ ചോര ഒലിക്കലിനെയും, എല്ലാ വേദനകളെയും ചേർത്തിട്ടുള്ള ഒരു ഭാഗം. 2ാം ഭാഗം സ്നേഹമാണ്. സ്നേഹത്തിന് നമുക്കറിയാമല്ലോ, സ്നേഹത്തിന് എല്ലാം സ്നേഹമാണ്. അതിൻ്റെ ഒന്നിനെയും പ്രത്യേകിച്ച് പിന്നെ എന്താണ് വേർപെടുത്തി എടുക്കാൻ പറ്റില്ല. പിന്നെ തകർച്ച. ഈ തകർച്ചയെ കുറിക്കുന്ന മുഴുവൻ വരകളിലൂടെയാണ്. ഞാൻ അതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ലോകത്തുനിന്ന് നടക്കുന്ന ഏറ്റവും പുതിയ ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ മുമ്പ് ശ്രദ്ധപ്പെടുത്തിയാണ്. കാരണം നിങ്ങൾ കവികളാണ്. കവികൾക്ക് ഈ പുതിയ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയണം. ലോകത്തിലെ ഈ ഭൂമിയിലുണ്ടാവുന്ന ചലനങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈ 4 കാലിൽ നടക്കുന്ന ജന്തുക്കളാണെന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഈ ലോകത്തിലെ ചലനങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന ചെറിയ മനുഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്ന, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതായിരുന്നാലും ആദ്യം തിരിച്ചറിയുന്നത് കവികളാണ്. അതുകൊണ്ടാണ് കവികളെ മനുഷ്യ കഥാനുഗായികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പുതിയ കാലത്ത് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞേ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കവിത ഈ പറയുന്നത് പോലെ ഒക്കെ ആണോ എന്ന്, മലയാളത്തിൽ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് അനുകൂലിക്കുന്ന ഒരാളല്ല.
കാരണം ഇപ്പോൾ പലപ്പോഴും കുക്കറി ഷോയിൽ ഈ പുതിയ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ കഴിക്കാൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള തരത്തിലേക്കാണ് പുതിയ എഴുത്ത് സംസ്കാരം പോലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കവിതകൾക്കും ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്ന കവിത, ഫേസ്ബുക്കിൽ എഴുതുന്ന കവിത, വാട്സാപ്പിൽ എഴുതുന്ന കവിത, ഇതൊക്കെയാണ് കവിത. അതിനെ തന്നെ പുസ്തകമാക്കി വിൽപ്പന നടത്തുന്ന ഒരുപാട് കവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല, എങ്കിൽ പോലും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയമാണ്. ഇത് വേണ്ട എന്നല്ല. പക്ഷേ പഴയകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഊർജം, പഴയകാലത്ത് കവികൾക്കുണ്ടായിരുന്ന ഊർജം, ആ ഊർജം ഇപ്പോഴും ഉണ്ടോ? നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാദ്യം മനസ്സിലാക്കണം. പഴയകാലത്ത് എഴുതിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ എഴുതിയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോഴും കവികൾ എപ്പോഴും ചെറുപ്പമാണ്, ഇല്ല എന്നല്ല, എപ്പോഴും ചെറുപ്പമാണ്, ഒരു സംശയം വേണ്ട. ആ ഊർജം ആദ്യകാലത്ത് നിങ്ങൾ എഴുതിയിരുന്ന ഊർജം ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടോ, അതോ കൈമോശപ്പെട്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. പുതിയ കാലത്ത് പുതിയ ബിംബങ്ങൾ, പുതിയ ചിത്രങ്ങൾ, പുതിയ ഭാഷകൾ എല്ലാം കടന്നു വരുന്ന കാലത്ത്, ഞാനീ പറഞ്ഞു, വൈദേശികാധിപത്യം പോലെയാണ് കവിതയിലേക്ക് വിദേശ പഠനങ്ങൾ കടന്നു വരുന്നത്. അതുപോലെ തന്നെ സ്വത്വബോധം കടന്നു വരുന്നത്, അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധം കടന്നു വരുന്നത്. പക്ഷെ അവിടെയെല്ലാം കവി സ്വതന്ത്രനായി നിൽക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒരു കവിക്കും സ്വതന്ത്രനായി നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷപാതി തന്നെ ആവണം കവി, ഒരു സംശയം വേണ്ട, പക്ഷപാതി തന്നെ ആവണം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെയും ഭൂമിയെയും മണ്ണിനെയും പ്രകൃതിയെയും പ്രണയിക്കാൻ കഴിയുന്ന ആ പക്ഷത്ത് നിൽക്കുന്ന ആൾ തന്നെ ആവണം കവി. പക്ഷേ അതിന് നമുക്ക് എന്തെങ്കിലും കൈമോശം വന്നിട്ടുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനെന്തെങ്കിലും കൈമോശം വന്നിട്ടുണ്ടോ? ഗൗരവമായി ഇത്രയും കവികൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പറ്റുന്നുണ്ടോ? ഏത് ഭാഷ ഉപയോഗിക്കണം, ഏതെല്ലാം തരത്തിലുള്ള ചിന്തകൾ എവിടെ പ്രകടിപ്പിക്കണം, അത് ഏത് നിറത്തിലുള്ള മഷിയിലെഴുതണം, അത് ആരെക്കുറിച്ചായിരിക്കണം, എന്തിനെക്കുറിച്ചായിരിക്കണം എന്നൊക്കെ ആരോ തീരുമാനിക്കുന്ന ഒരു കാലത്ത് ജീവിക്കാൻ പോകണം നമ്മൾ. ഒന്നും പിടികിട്ടുന്നില്ല. കാരണം മിത്തുകളെല്ലാം യാഥാർത്ഥ്യങ്ങളാവുകയും യാഥാർത്ഥ്യങ്ങൾ പലതും മിത്തുകളായി മാറുകയും ചെയ്യുന്ന കാലം. ഞാൻ ആവർത്തിക്കുന്നു, മിത്തുകൾ പലതും യാഥാർത്ഥ്യങ്ങളാവുകയും യാഥാർത്ഥ്യങ്ങൾ പലതും മിത്തുകളായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഓരോ കവിയും ഓരോ സാഹിത്യകാരനും ചിന്തിക്കേണ്ടത്, നമുക്കെന്തെങ്കിലും കൈമോശം പോയിട്ടുണ്ടോ, നമുക്കെന്തെങ്കിലും കൈമോശം വന്നിട്ടുണ്ടോ? ഗൗരവമായി ചിന്തിക്കേണ്ട കാലത്താണ് നിങ്ങൾ കവിത എഴുതുന്നത്. മാറിയേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും അറിയുന്നവനാണ് കവി. ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് നമുക്ക് ആകാശത്തെക്കുറിച്ച് പാടാം, പക്ഷെ ആകാശത്ത് ചവിട്ടി നിന്നുകൊണ്ട് നമുക്ക് ഭൂമിയെക്കുറിച്ച് പാടാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ഭൂമി, നമ്മൾ നിൽക്കുന്ന നിലം, നമ്മൾ ഒരുക്കുന്ന നിലം, ആ നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ, നമുക്ക് പാടാൻ കഴിയുന്നുണ്ടോ, നമുക്ക് ഓടിച്ചാടി പറന്ന് നടക്കാൻ കഴിയുന്നുണ്ടോ? ഒരു കവിയായി ഗൗരവമായി ചിന്തിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ചിന്ത എല്ലാ കാലത്തും, നിങ്ങളുടെ എല്ലാ വരികളിലും, നിങ്ങളുടെ ഓരോ വാക്കിലും, ഓരോ വർണ്ണനയിലും, ഓരോ വരിയിലും, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മനുഷ്യൻ്റെ, നമ്മുടെ പ്രകൃതിയുടെ, നമ്മുടെ ജീവിതം തുടിക്കുന്ന അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടായില്ല എങ്കിൽ, അത് പ്രതിഷേധമാവട്ടെ, പ്രതികാരമാവട്ടെ, ദേഷ്യമാവട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആർത്തവമാവട്ടെ, ആർത്തവം പോലും ഒരുപക്ഷെ ഒരു പ്രതിഷേധ സൂചനയാണ്. ആ ഒരു സൂചനയോടുകൂടി, അല്ലെങ്കിൽ അത് ഈ പ്രകൃതിയോടും ഭൂമിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ അണിനിരക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതൊരു രാഷ്ട്രീയത്തിനെതിരെയോ ഒരു പാർട്ടിക്കെതിരെയോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിക്കോളും. പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ കവികൾ കഴിയണം. പ്രത്യേകിച്ചും മലയാളികൾ വളരെ ലക്ഷ്യബോധമുള്ളവരാണ്, കവികളാണ് എന്നാണ് പൊതുവേ ധാരണ. ആ കവികൾക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് എത്ര പേർ കഴിയുന്നുണ്ട് എന്ന് എൻ്റെ ഈ ചെറിയ സംസാരത്തിൽ നിന്ന് ഒന്ന് ഉള്ളുരുകി ചിന്തിച്ചു നോക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ അവസരത്തിന് വളരെ നന്ദി പറയുന്നു. ഈ ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യാം. നന്ദി, നമസ്കാരം. നമ്മുടെ മുഖ്യ അതിഥിക്കുള്ള ഒരു ഉപഹാരം
നൽകുന്നതിനായി ബി എസ് ബാലേന്ദ്രൻ സാറിന് സ്നേഹപൂർവ്വം. കഴിഞ്ഞ മാസത്തെ ഏറ്റവും നല്ല കവിത അവതരിപ്പിച്ച ശ്രീമതി വസന്ത എസ് പിള്ളയാണ് മൊമെന്റോ ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നത്.